മറ്റൊരു വിഷയം ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളൊരു വിധിയാണ്. അതായത് ഈ മുഖ്യമന്ത്രി DM സന്ദേശം അയച്ചതുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു തരത്തിലുള്ള ഡേറ്റ ചോർച്ചയും നടന്നിട്ടില്ല എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഹർജി തള്ളുകയും ചെയ്തു. ഇത് അന്ന് ഈ ചോദ്യം വന്നപ്പോൾ ഞാൻ അന്നൊരു പറഞ്ഞ മറുപടിയുണ്ട്. ഞാനിപ്പോൾ അത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഗുഡ് ഗവേണൻസിന്റെ ഭാഗമാണ്, ഇതിലെന്താണ് തെറ്റ് എന്നായിരുന്നു അന്ന് റെസ്പോണ്ട് ചെയ്തത്. ഇതിനോട് സർക്കാർ നടപ്പാക്കിയ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ഗുണഭോക്താക്കളെ അറിയിക്കുന്നത് സുതാര്യതയുടെയും ഗുഡ് ഗവേണൻസിന്റെയും ഭാഗമാണ് എന്ന് പറഞ്ഞു. ഇന്ന് അത് തന്നെയാണ് കേരള ഹൈക്കോടതിയും പറഞ്ഞിട്ടുള്ളത്. ഗുഡ് ഗവേണൻസിന്റെ ഭാഗമാണ്, അതിലെന്താണ് തെറ്റെന്നാണ് കോടതി ചോദിക്കുന്നത്. നോക്കൂ, ഇതൊക്കെ സാധാരണഗതിയിൽ ആർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ. പ്രതിപക്ഷം ഈ കുടില രാഷ്ട്രീയ ലക്ഷ്യവുമായിട്ട് എടുത്തു ചാടി എത്ര തവണയാണ് അബദ്ധത്തിലാവുന്നത്. സർക്കാരിനെതിരെ കോടതിയിൽ പോയി സർക്കാരിന്റെ സൽഭരണത്തിനുള്ള സർട്ടിഫിക്കറ്റും വാങ്ങി വന്ന പ്രതിപക്ഷത്തെ എങ്ങനെ മറക്കാനാവും? അവരോട് അതിയായ തീർത്താൽ തീരാത്ത കടപ്പാടും നന്ദിയുമുണ്ട്. കാരണം അവർ പോയില്ലായിരുന്നെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് നാട്ടുകാർ മുഴുവൻ അറിയില്ലായിരുന്നല്ലോ. സർക്കാരിനെതിരെ കോടതി പോയേ, ഇതിൽ സ്വകാര്യതാ ലംഘനവും അഴിമതിയൊക്കെ ആരോപിച്ച് കോടതിയിൽ പോയി ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രതിപക്ഷം വന്നിരിക്കുകയാണ്, സൽഭരണമാണ് എന്ന്. അതുകൊണ്ട് ഈ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്ത ഈ ഉപകാരം ഒരിക്കലും മറക്കുകയില്ല.